നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിനെ ആകെ വറചട്ടിയിലാക്കുന്ന കടുത്ത വേനൽ ചൂടിനെ കുറിച്ചും വിവിധ രാജ്യങ്ങളിലെ പ്രതിസന്ധികളെ കുറിച്ചുമുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ഇന്ന് ആദ്യം പറയുന്നത്. ജർമ്മനിക്ക് പിന്നാലെ യൂറോപ്പിൽ ഉടനീളം സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കനത്ത ഉഷ്ണതരംഗം പടരുകയാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളെല്ലാം കടുത്ത ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൂട് താങ്ങാനാവാതെ ജനങ്ങൾ കൂട്ടത്തോടെ ജലാശയങ്ങളിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് ജർമ്മനിയിലും ഫ്രാൻസിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ മുങ്ങി മരിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറ്റലിയിലെ 1 ഡസനിലധികം നഗരങ്ങളും നിലവിൽ തീവ്ര ഉഷ്ണതരംഗത്തിന്റെ നിഴലിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന സംഭവങ്ങൾ പറയുമ്പോൾ ഫ്രാൻസിലെ ഐഫൽ ടവർ നേരത്തെ അടച്ചു. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ കഴിഞ്ഞ ദിവസം താപനില 39 ഡിഗ്രി സെൽഷ്യസിനടുത്ത് രേഖപ്പെടുത്തി. കടുത്ത ചൂടിനെ തുടർന്ന് പാരീസിലെ വിഖ്യാത സ്മാരകമായ ഈഫൽ ടവർ സാധാരണ സമയമായ അർദ്ധരാത്രിക്ക് പകരം വൈകുന്നേരം 4 മണിക്ക് തന്നെ അടിയന്തരമായി അടച്ചുപൂട്ടി. കനത്ത ചൂടിൽ സന്ദർശകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. 4 മണിക്ക് ശേഷമുള്ള ടിക്കറ്റുകൾ എടുത്തവർക്ക് തുക പൂർണ്ണമായും റീഫണ്ട് ചെയ്യും. യൂറോപ്പിലാകെ ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അനാവശ്യമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. കുട്ടികളെയും പ്രായമുള്ളവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം. നദികളിലും കനാലുകളിലും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇറങ്ങാതിരിക്കുക എന്നിവ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതേസമയം ജർമ്മനിയിൽ കാട്ടുതീ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനില ഉയരുന്നതോടെ കിഴക്കൻ തെക്കൻ പ്രവിശ്യകൾ കടുത്ത അപകട ഭീഷണിയിൽ ആണ്. കടുത്ത വേനൽ ചൂടും വരണ്ട കാലാവസ്ഥയും കാരണം രാജ്യത്തെ വനമേഖലകളിൽ കാട്ടുതീ പടരാനുള്ള സാധ്യത വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. അതേസമയം അപകടനില 4 നിന്നും ബ്രാൻഡൻബുർഗ്, ബവേറിയ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രവിശ്യകളിൽ കാട്ടുതീ സാധ്യത 5 നിന്നും 4-ാം ഘട്ടത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കടുത്ത ജാഗ്രതയാണ് വേണ്ടത്. വരും ദിവസങ്ങളിൽ ചൂടിനിയും കൂടുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാവും. ബുധനാഴ്ച മുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ ഭീഷണി വ്യാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ബെർലിന്റെ പടിഞ്ഞാറൻ മേഖലകൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഏറ്റവും ഉയർന്ന അപകടനിലയായ ലെവൽ 5 രേഖപ്പെടുത്തിയേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറ്റലിയിലും കനത്ത ഉഷ്ണതരംഗമാണ്. റോമും മിലാനും ഉൾപ്പെടെ 15 നഗരങ്ങളിൽ റെഡ് അലർട്ട് ഉയർത്തിയിട്ടുണ്ട്. ലഘുഭക്ഷണമായി പാസ്തയും മീനും കഴിക്കാൻ നിർദ്ദേശമുണ്ട്. യൂറോപ്പിനെ വലയ്ക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ ഭീഷണിയിൽ ഇറ്റലിയും എത്തി. രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ ചൂട് അസഹനീയമായതിനെ തുടർന്ന് ഇറ്റാലിയൻ ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച 15 പ്രധാന നഗരങ്ങളിൽ ഏറ്റവും ഉയർന്ന ലെവൽ 3 റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ റോം, മിലാൻ, ടൂറിൻ, വെനീസ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളെല്ലാം ഈ റെഡ് അലർട്ടിൽ പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൂടിനിയും കൂടുമെന്നതിനാൽ ബുധനാഴ്ചയോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച നഗരങ്ങളുടെ എണ്ണം 16 ഉയരും. യൂറോപ്പിൽ ഉടനീളം ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഇറ്റലി സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്ന പ്രവാസി മലയാളികളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഫ്രാൻസിൽ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് 54 പ്രവിശ്യകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 ഭീതിയിൽ ഫ്രാൻസ് കുഴങ്ങിയപ്പോൾ ഇക്കൊല്ലം വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു കടുത്ത ചൂട് ഫ്രാൻസിൽ വരുമെന്നാണ് മുന്നറിയിപ്പ്. മുൻപ് 15,000-ഓളം ആളുകളുടെ മരണത്തിന് കാരണമായ 2003 ആഗസ്റ്റിലെ കനത്ത ഉഷ്ണതരംഗത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കെയർ ഹോമുകളിലും ഫ്ളാറ്റുകളിലും ആവശ്യത്തിന് AC സംവിധാനം ഇല്ലാത്തതിനാൽ അന്ന് പ്രായമായവരാണ് കൂടുതലായി മരിച്ചത്. ഫ്രാൻസിലെ കനാലുകളിലും ജലാശയങ്ങളിലും ചൂടിൽ നിന്നും താൽക്കാലിക ആശ്വാസം തേടി ജനങ്ങൾ കൂട്ടത്തോടെ തടിച്ചുകൂടുകയാണ്. സ്പെയിനിലും കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രമുഖ നഗരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണ നിലയേക്കാൾ 40 ഡിഗ്രി വരെ ചൂട് ഉയർന്നിട്ടുണ്ട്. സ്പെയിനിലും അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം UK-യിൽ സ്കൂളുകൾ അടച്ചു. ചരിത്രത്തിലെ ആദ്യ ജൂൺ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. UK-യിലെ വെയിൽസ്, ഇംഗ്ലണ്ട് പ്രവിശ്യകളിൽ കനത്ത ചൂട് കാരണം ഡസൻ കണക്കിന് സ്കൂളുകൾ വ്യാഴാഴ്ച നേരത്തെ അടച്ചു. ചില സ്കൂളുകൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായി അടച്ചിടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ദശലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളെയും ജീവനക്കാരെയും നേരിട്ട് ബാധിക്കുന്ന പുതിയ പെൻഷൻ പരിഷ്കരണ പാക്കേജ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് സർക്കാർ അതേപടി സ്വീകരിച്ചു. ഇതിലെ സമ്പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ ഇൻഫോ ഡെസ്ക് ഏറ്റവും ഒടുവിലായി തയ്യാറാക്കിയ വിവരങ്ങളാണ് ഇനി പറയുന്നത്. ജർമ്മനിയിലെ നിലവിലുള്ള പെൻഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക പെൻഷൻ കമ്മീഷന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ പരിഷ്കാരങ്ങൾ ഒന്നുപോലും ഒഴിവാക്കാതെ എത്രയും വേഗം പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ചാൻസലർ ഫ്രെഡറിക് മെർസ്
ആവശ്യപ്പെട്ടു. ജർമ്മനിയിൽ ജീവിക്കുന്ന സാധാരണക്കാർക്കും പ്രവാസികൾക്കും ഈ പുതിയ നിയമങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് പോയിന്റുകളായിട്ടാണ് ഇനി പറയുന്നത്. ആകെ 33 പോയിന്റുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഒരു സമ്പൂർണ്ണ എക്സ്ക്ലൂസീവായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വിരമിക്കൽ പ്രായം ഘട്ടം ഘട്ടമായി ഉയർത്തും. നിലവിൽ ജർമ്മനിയിൽ വിരമിക്കൽ പ്രായം 65 നിന്ന് 67ലേക്ക് ഉയർത്തി വരികയാണ്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം 2031 മുതൽ 2041 വരെയുള്ള കാലയളവിൽ വിരമിക്കൽ പ്രായം 67.5 വയസ്സായി ഉയർത്തും. ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് ഇത് തുടർന്നും വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് 2051 ഇത് 68 വയസ്സും 2091 70 വയസ്സുമായി ഉയർത്താനാണ് ഇപ്പോഴത്തെ ശുപാർശ. എന്നാൽ 63-ാം വയസ്സിലെ വിരമിക്കൽ പൂർണ്ണമായും നിർത്തലാക്കും. 45 വർഷം വീതം അടച്ചവർക്ക് കുറഞ്ഞ പ്രായത്തിൽ മുഴുവൻ പെൻഷനോടെയുള്ള വിരമിക്കാനുള്ള ആനുകൂല്യം പൂർണ്ണമായി നിർത്തലാക്കുകയാണ്. ദീർഘകാലം ജോലി ചെയ്തവർക്ക് വിരമിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 63-ൽ നിന്നും 64 വയസ്സായി ഉയർത്തും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇളവുകൾ ലഭിക്കും. മിനി ജോബ് ചെയ്യുന്നവർക്ക് പെൻഷൻ വീതം നിർബന്ധമാക്കും. നിലവിൽ മിനി ജോബ് ചെയ്യുന്നവർക്ക് പെൻഷൻ ഫണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാകാൻ അവസരം ഉണ്ടായിരുന്നു. പുതിയ പരിഷ്കരണത്തോടെ എല്ലാ മിനി ജോബ് ജോലിക്കാർക്കും നിർബന്ധമായും പെൻഷൻ ഫണ്ടിലേക്ക് വീതം അടച്ചിരിക്കണം. ഇതിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല. എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രം ഇതിൽ ഇളവുണ്ടാകും. സ്വീഡിഷ് മാതൃകയിലുള്ള നിക്ഷേപ ഫണ്ടാണ് അടുത്തത്. പെൻഷൻ ഫണ്ട് സുരക്ഷിതമാക്കാൻ സ്വീഡൻ മാതൃകയിൽ തുക ക്യാപിറ്റൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന പുതിയ രീതിയാണ് വരുന്നത്. ഇതിനായി ജീവനക്കാരും തൊഴിലുടമകളും ചേർന്ന് മാസ വരുമാനത്തിന്റെ 2% തുക അധികമായി പെൻഷൻ ഫണ്ടിലേക്ക് നൽകേണ്ടി വരും. രണ്ടു കൂട്ടരും പകുതി വീതമാണ് പങ്കിടുക. കുട്ടികൾക്കായി സർക്കാർ ആരംഭിച്ച ഏർലി സ്റ്റാർട്ട് പെൻഷൻ മാസം €10 പദ്ധതിയും ഇതിലേക്ക് ലയിപ്പിക്കും. കൂടുതൽ ആളുകൾ പരിധിയിൽ എത്തുമെന്നതിനാൽ, അതായത് സിവിൽ സർവീസുകാർക്ക് നിയന്ത്രണമുണ്ടാകും. ശമ്പളക്കാരായ ജീവനക്കാർക്ക് പുറമെ ഫ്രീലാൻസർമാർ, രാഷ്ട്രീയക്കാർ, കമ്പനി ബോർഡ് അംഗങ്ങൾ എന്നിവരും ഇനി മുതൽ നിർബന്ധമായും പെൻഷൻ ഫണ്ടിലേക്ക് പണം അടയ്ക്കണം. സ്വന്തമായി പ്രത്യേക പെൻഷൻ സംവിധാനമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇനി മുതൽ ജർമ്മനിയിൽ പുതിയ സിവിൽ സർവീസ് നിയമനങ്ങൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. പാർട്ട് ടൈം പെൻഷൻ വൈകും. ജോലിയിൽ നിന്നും ഘട്ടം ഘട്ടമായി വിരമിക്കാനുള്ള നിലവിലുള്ള 55 വയസ്സിൽ നിന്നും 58 വയസ്സായും ഉയർത്തും. ഇതിലെ ജനപ്രിയമായ ബ്ലോക്ക് മോഡൽ സംവിധാനം ഇനി മുതൽ അനുവദിക്കില്ല. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജർമ്മൻ തൊഴിൽ മന്ത്രാലയം ഉടൻ തന്നെ നിയമനിർമ്മാണത്തിനുള്ള കരട് രേഖയാണ് തയ്യാറാക്കുക. ഈ വർഷം അവസാനത്തോടെ പാർലമെന്റിന്റെ ഇരു സഭകളായ ബുണ്ടസ്റ്റാഗിലും ബുണ്ടസ്റാറ്റിലും വോട്ടിനിട്ട് പാസാക്കിയ ശേഷമാകും നിയമം പ്രാബല്യത്തിൽ വരിക. ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു എക്സ്ക്ലൂസീവ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ മുൻസ്റ്ററിനടുത്തുള്ള ലെങ്ങറിഷ് സിറ്റി ഹാളിൽ ചൊവ്വാഴ്ച മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി യുവാവിന്റെ ആത്മഹത്യാശ്രമം. സിറ്റി ഹാളിന്റെ ഓഫീസിനുള്ളിൽ കയറി ശരീരത്തിൽ തീപിടിക്കുന്ന ദ്രാവകം ഒഴിച്ച ശേഷം സ്വയം തീ കൊളുത്തുമെന്ന് യുവാവ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം സമയോചിതമായി ഇടപെട്ട് ഇയാളെ കീഴടക്കിയതോടെ വൻ ദുരന്തം ഒഴിവായി. ഫ്രാങ്ക്ഫർട്ടിൽ മുതിർന്നവരുടെ കൂട്ടായ്മയായ സിനിയോറൻ ഫോറം അംഗങ്ങൾ അന്തർദേശീയ പിക്നിക് ദിനമായ ജൂൺ 18 ഫ്രാങ്ക്ഫർട്ടിലെ ഓബർസ്റ്റൈൻ സ്റ്റീക്ക് 65 ഒന്നിച്ചു കൂടി രാവിലെ 11 മണിക്ക് ആരംഭിച്ച സൗഹൃദ സംഗമത്തെ സിനിയോറൻ ഫോറം പ്രസിഡന്റുമായ കോശി മാത്യു സ്വാഗതം ചെയ്തു. തുടർന്ന് കവിയും എഴുത്തുകാരനും ജോസ്കുമാർ ചോലങ്കേരി അന്തർദേശീയ പിക്നിക് ദിനത്തിന്റെ തുടക്കത്തെയും ആവശ്യകതയും കുറിച്ച് സംസാരിച്ചു. ഓബർസ്റ്റൈൻ സ്റ്റേക്ക് റെസ്റ്റോറന്റിലെ രുചികരമായ ഭക്ഷണ പാനീയങ്ങളോടൊപ്പം പഴയകാല സ്മരണകളെ ഓർത്തെടുക്കുവാനും ഈ കാലഘട്ടവുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാമെന്ന് ചിന്തിക്കും ഒരു സുവർണാവസരമായി ഈ സംഗമത്തെ പിക്നിക്കിൽ പങ്കെടുത്തവർ വിലയിരുത്തി. ഫ്രാങ്ക്ഫർട്ട് നഗരമധ്യത്തിലെ കാട്ടിനുള്ളിലൂടെയുള്ള നടത്തവും വൃക്ഷച്ചുവട്ടിലെ തണുപ്പും ആസ്വദിച്ച് 4 മണി കാപ്പിയോടെ പിക്നിക് സമാപിച്ചു. ഭാരവാഹികളായ മധു പാരൂരിന്റെയും റോസമ്മ സിദ്ധുവിന്റെയും നന്ദി പ്രകാശനത്തോടെ പരിപാടികൾ സമാപിച്ചു. ജർമ്മനിയിലെ ബിസിനസ് മേഖലയെ പിടിച്ചുലച്ചുകൊണ്ട് കമ്പനികൾ സാമ്പത്തികമായി തകരുകയും പാപ്പരത്ത ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സംഭവം വൻതോതിൽ വർദ്ധിക്കുകയാണ്. 2026 ആദ്യ പകുതിയിലെ കണക്കുകൾ പ്രകാരം ജർമ്മനിയിൽ പാപ്പരാകുന്ന കമ്പനികളുടെ എണ്ണം 2023 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയതായി പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. പ്രമുഖ ഫിനാൻഷ്യൽ സർവീസ് നെറ്റ്വർക്കായ ക്രെഡിറ്റ് റിഫോം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിസന്ധി ഇനിയും വഷളാകാനാണ് സാധ്യതയെന്നും ഇതിന്റെ പരമാവധി ഘട്ടം ഇനിയും എത്തിയിട്ടില്ലെന്നും ക്രെഡിറ്റ് റിഫോം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിച്ചാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ 2027 കാര്യങ്ങൾ ചിലപ്പോൾ ശാന്തമായേക്കാമെന്നും പറയുന്നുണ്ട്.
ജർമ്മനിയിലെ കേവലാർ ഉൾപ്പെടെയുള്ള വിവിധ റീജിയണുകളിലെ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിന് ആധ്യാത്മിക തലത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്ന ഫാദർ വർഗീസ് പനക്കളം CMIയുടെ വത്സല മാതാവ് പനക്കളം അന്നമ്മ കുര്യാക്കോസ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരേത എടത്വ പുത്തൻപറമ്പ് കുടുംബാംഗമാണ്. ഭർത്താവ് പരേതനായ കുര്യാക്കോസ്. ഫാദർ വർഗീസ് പനക്കളം CMIയെ കൂടാതെ 5 മക്കൾ കൂടിയുണ്ട്. 4 മരുമക്കളും. റവറൻ ബ്രദർ സെബിൻ പനക്കളം CMI കൊച്ചുമകനും ഫാദർ മാത്യു അരീക്കളം CMIയുടെ സഹോദരിയുമാണ് പരേത. സംസ്കാര ശുശ്രൂഷകൾ ജൂൺ 23 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മാന്താനത്തുള്ള ഭവനത്തിൽ ആരംഭിച്ച് തുടർന്ന് കുന്തന്താനം സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തി. CMI കൊച്ചി പ്രൊവിൻഷ്യൽ ഫാദർ ടോമി കാട്ടാമ്പള്ളി CMI പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഫാദർ വർഗീസ് പനക്കളത്തിന്റെ മാതാവിന്റെ വിയോഗത്തിൽ ജർമ്മനിയിലെ മലയാളി സമൂഹത്തിനു വേണ്ടി സീറോ മലബാർ റീജിയണൽ കോർഡിനേറ്റർ ഫാദർ ജോസുകുട്ടി മനയാനിക്കൽ അനുശോചനം രേഖപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ മലയാളത്തിലുള്ള ആദ്യത്തെ ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.